പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയിലും ഉരുൾപൊട്ടലിലും കേരളത്തിൻ്റെ പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും മിന്നൽ പ്രളയം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ മിന്നൽ പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ജില്ലയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പ്രദേശം. പ്രളയജലം ഇരച്ചെത്തി 400ഓളം വീടുകളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ ഓരോ വർഷങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ ഒരു നേർക്കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് പല വിധത്തിലുള്ള മഹാമാരികൾ നമ്മുടെ കേരളത്തിൽ പടർന്നു പിടിച്ചത്. കേരളത്തിൻ്റെ ആത്മബലം കൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈരാറ്റുപേട്ടയിലെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ ഏതൊക്കെ സമയത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ടോ, ഈ സമയങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്, ഒരു യൂണിഫോമാണ്, ചുവപ്പും പച്ചയും കലർന്ന നക്ഷത്രം അടയാളമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗം. നമുക്കറിയാം, അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. അതിൽ നിപ്പയിലായാലും കൊറോണ സമയത്തായാലും 2018 പ്രളയ സമയത്തായാലും അതിനുശേഷം തുടർന്നിങ്ങോട്ടുണ്ടായിട്ടുള്ള ഓരോ പ്രളയങ്ങളിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പം ഈ മിന്നൽ പ്രളയത്തിലും കേരളത്തിൻ്റെ പല ജില്ലകളിലും അവർ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടതാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ അവിടെ ആ പ്രളയം ബാധിച്ച ആളുകൾക്ക് താങ്ങും തണലുമായി അവർ എല്ലാ നിലയിലും സജീവമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നു. ദൃശ്യമാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDP ആണ്. കാരണം നമുക്ക് അവരുടെ പ്രവർത്തന മികവ്, അവരുടെ സേവന മനോഭാവം നമുക്ക് വയനാട് ഉരുൾപൊട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യ സംഘം ഇന്ന് അവർ ഈരാറ്റുപേട്ടയിലും അവിടുത്തെ ജനങ്ങൾക്ക് സാന്ത്വനമായിക്കൊണ്ട് അവർ സേവനപാതയിലാണ്. ദുരന്തമുഖത്തെ മാലാഖമാരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സന്നദ്ധ സേവന സമർപ്പിത സംഘമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സന്നദ്ധ സേവകന്മാർ. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തുകൊണ്ട് അവർ സേവനപാതയിലാണ് അവിടെ. നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേലും നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തണം. കാരണം അവർ ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും നമ്മൾ മലയാളികൾ പകച്ചു നിൽക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും മാലാഖമാരെ പോലെ ഓടി വന്ന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ആ ദുരന്തമുഖത്ത് നമുക്ക് സാന്ത്വനമേകുന്നവരാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രാർത്ഥനകളിൽ അവർ ഉണ്ടാകണം. അവർക്ക് കരുത്തായി നമ്മളും ഉണ്ടാകണം അവരോടൊപ്പം.